ഇന്നൊരു ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കൂടെ 4 മുട്ട, ഡാർക്ക് കോമ്പൗണ്ട്, ഒരു ചോക്ലേറ്റ് ബാറ്, പിന്നെ കൊക്കോ പൗഡർ ഉണ്ട്. ഒരു 4 സ്പൂൺ കൊക്കോ പൗഡർ മതി. അതിന് ഒരു ചെറിയ പാക്കറ്റ് കൊക്കോ പൗഡർ, പഞ്ചസാര പൊടിച്ചത്, വാനില എസൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ. ഇത് മൈദയും ചോക്ലേറ്റ് കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി മുട്ട മാത്രം അതിനകത്ത് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് വരും. ബേക്കിംഗ് പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കുറച്ച് നമ്മൾ കേക്കൊക്കെ ആവുന്ന പോലെ അത്രയ്ക്ക് നല്ല പോലെ ഉള്ളിലൊക്കെ നല്ല ഹോള് അങ്ങനെയൊന്നും വരേണ്ട കാര്യമില്ല. ഇത് ചോക്ലേറ്റ് ബ്രൗണി ആകുമ്പോൾ കുറച്ച് ലിക്വിഡ് ടൈപ്പ് ആയിരിക്കും. ഉള്ളിൽ കുറച്ച് ബ്രൗണിയൊക്കെ നമ്മൾ ഇടുന്ന ചോക്ലേറ്റ് ഒക്കെ കുറച്ച് അലിന്ന് കഴിക്കുമ്പോൾ വായിലൊക്കെ ആ ടേസ്റ്റ് കിട്ടുന്ന പരുവത്തിലായിരിക്കും ഇതുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഡാർക്ക് കോമ്പൗണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റിലെല്ലാം മേടിക്കാൻ കിട്ടും അത്. അത് ഒരു പാത്രത്തിലോട്ട് ഒരു 100-150 ഗ്രാം എടുത്ത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. എടുക്കുന്ന പാത്രത്തെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾ ഒരു ഡബിൾ ബോയിലിംഗ് രീതിയിൽ വേണം അത് ഉരുക്കിയെടുക്കാനായിട്ട്. മേലെ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുമ്പോൾ അത് പതുക്കെ ഉരുകി വരും. ഉരുകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അന്നേരം കുറച്ചൊന്ന് നമ്മൾ അതിൽ നിന്ന് ആ പാത്രം ഒന്ന് പൊക്കി കൊടുത്ത് പിന്നെ ഒന്ന് ഇളക്കുക. അപ്പോൾ അത് ഉരുകി കിട്ടും. അതിൻ്റെ കൂടെ നമ്മളൊരു 150-200 ഗ്രാം ബട്ടറും കൂടെ ചേർക്കണം. ഉപ്പില്ലാത്ത ബട്ടറാണ്. നമുക്ക് ബട്ടറും മേടിക്കാൻ കിട്ടും. ഇപ്പോൾ വീട്ടിൽ ബട്ടർ ഇല്ലെങ്കിലൊന്നും ടെൻഷൻ വേണ്ട. സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം മേടിക്കാൻ കിട്ടും ബട്ടർ. ആ ബട്ടറും കൂടെ ചേർത്ത് ഇത് നമുക്ക് ഉരുക്കി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മൾ ഈ അടുത്ത മൈദയും മുട്ടയും എല്ലാം കൂടെ എടുത്ത് നമ്മൾ അത് മിക്സ് ആക്കേണ്ട പരിപാടിക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് 4 മുട്ടയും എടുത്ത് അതിനകത്തോട്ട് 1 സ്പൂൺ ഞാൻ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. അതും കൂടെ നല്ലപോലെ ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് മുട്ട ബീറ്റ് ചെയ്ത് നല്ലപോലെ പതഞ്ഞ് വരുന്ന പോലെയാണ് ഇത് നല്ലപോലെ സ്മൂത്തായി കിട്ടുകയും ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ സ്പൂണോ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര, ഞാനിവിടെ ഒരു 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചതുണ്ട്. ആ പൊടിച്ച് വെച്ച പഞ്ചസാരയും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര നല്ലപോലെ ഇതിനകത്തോട്ട് ചേർന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ആ കട്ടയെല്ലാം നല്ലപോലെ ഇടണം. പഞ്ചസാര കുറച്ച് തരിയാണെങ്കിലും അതിനകത്ത് കട്ടയുണ്ടാവും. അത് വന്നടങ്ങി നല്ലപോലെ പതപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ മൈദ അരിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ ആ മൈദയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. മൈദ അരിപ്പയിലിട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ചോക്ലേറ്റ് അല്ല കൊക്കോ പൗഡറും കൂടെ ചേർത്ത് ഇതിനകത്തോട്ട് എടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂൺ 4 സ്പൂൺ ഇടാം. ഈ കൊക്കോ പൗഡർ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കൊക്കെ കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ. ഇത് ഒരു 3 സ്പൂണേ ഇടുന്നുള്ളൂ. 3 സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് ബാക്കി 1.25 കപ്പ് മൈദയും കൂടി ഇട്ട് നല്ലപോലെ അരിച്ചെടുത്തു. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ മധുരമുള്ള സാധനങ്ങളൊക്കെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മധുരം നമുക്ക് അതുമായിട്ട് ബാലൻസ് ചെയ്തു പോകും. അല്ലെങ്കിൽ നമുക്ക് ആ മധുരം പെട്ടെന്ന് ഒരു തലക്കടിച്ച പോലെയൊക്കെ ആവും. അപ്പോൾ ഇത് ഇടുമ്പോൾ അത്രയ്ക്ക് മധുരം നമുക്ക് എഫക്റ്റ് ആവില്ല. ഉപ്പും കൂടി ആകുമ്പോൾ ടേസ്റ്റ് തന്നെ ഒരു വേറെ വ്യത്യാസം. അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ ഒരുമാതിരി എല്ലാ കേക്കുകളും ഇങ്ങനത്തെ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്കവാറും ഒരു നുള്ളു ഉപ്പ് ഇടാറുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇത് അടിച്ചെടുക്കുക. മൈദയും കൂടി അടിച്ചെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കട്ടിയിൽ ഇങ്ങനെ വരും. കട്ടിയിൽ നല്ലപോലെ ഇളക്കാനൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബീറ്റർ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ എളുപ്പമാണ്. ഞാൻ ബീറ്റർ എടുത്തില്ല, പകരം സ്പൂൺ വെച്ചിട്ടാണ്. ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുപാടൊക്കെ അതിൻ്റെ പൊടികളൊക്കെ ആയി എല്ലായിടം വൃത്തികേടാവും. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യലെന്ന് പറഞ്ഞാൽ വലിയൊരു തലവേദനയാണ് അത്. അപ്പോൾ പരമാവധി പുറത്തൊക്കെ വീഴിക്കാതെ വേണം ഇത് ചെയ്യാൻ. ഞാനങ്ങനെ പുറത്തധികം വീഴിക്കാതെയൊക്കെ നോക്കുന്നുണ്ട്. ഭയങ്കര ഇത് മധുരം കൂടി ഇതുകൊണ്ട് നിലത്തൊക്കെ വീണ ഉറുമ്പ് വരാം, ഇതൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഞാൻ ചൂടാക്കാൻ വെച്ചു. ഒരു മീഡിയം സൈസ് ചെരുവാണ് ഞാൻ എടുത്തേക്കുന്നത്. കുക്കർ ഉണ്ടെങ്കിൽ കുക്കറിൽ വെക്കാം, ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെക്കാം. എനിക്ക് ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ്. ഇപ്പോൾ ഒരു ചെരുവ് മാതിരി ഒരു മീഡിയം സൈസ് ചെരുവാണ്. അത്യാവശ്യം ഒരു തട്ട് കൊള്ളാനുള്ള വലിപ്പമുള്ള ഒരു ചെരുവ്, നല്ലൊരു മൂടയുണ്ടെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ എളുപ്പമാണ് കേക്ക്. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. കുക്കറാണെങ്കിൽ കുക്കറൊക്കെ നാശമായി പോകും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ ഒരു ചെരുവ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്.
അത് ഞാൻ ചൂടാക്കാൻ വെച്ചു. അത് നല്ലപോലെ ചൂട് നമ്മൾ ഇത് വെക്കുമ്പോഴത്തേക്കും നല്ലപോലെ ചൂട് ആയിരിക്കണം. അതിന് ശേഷം ഈ അരി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, ആ ചോക്ലേറ്റ് ഇതിനകത്തോട്ട് ചേർക്കുക. അപ്പം തന്നെ മാവെല്ലാം നല്ലപോലെ ഒന്ന് കട്ടിയായി തുടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. ഈ ചോക്ലേറ്റും കൂടി ഇതിനകത്ത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ചോക്ലേറ്റ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ചോക്ലേറ്റിൻ്റെ നല്ല ബട്ടറും എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ബ്രൗണിക്കൊക്കെ ഓയിൽ ഒഴിക്കുന്നതിലും നല്ലത് നമ്മൾ ബട്ടർ ഇടുന്നതാണ്. അപ്പോൾ തന്നെ ടേസ്റ്റിന് തന്നെ ഒരു വ്യത്യാസം വരും. ഓയിൽ ഒഴിക്കുമ്പോൾ കേക്കിൻ്റെ ടേസ്റ്റൊക്കെ വന്നാൽ അതേസമയം ബട്ടർ ഇടുമ്പോഴാണ് വേറെ നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ ബ്രൗണിക്ക് എപ്പോഴും നമ്മൾ ബട്ടർ തന്നെ ഇടാൻ ഓർക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ബട്ടറാണ് ചേർത്തേക്കുന്നത്. എല്ലാം നല്ലപോലെ മിക്സ് ആക്കിയിട്ടതിന് ശേഷം നമ്മൾ ഈ മേടിച്ച് വെച്ച് നേരത്തെ ബാക്കി ഉണ്ടാകുന്ന കുറച്ച് ചോക്ലേറ്റ് ഉണ്ടല്ലോ, ആ ചോക്ലേറ്റ് ഒന്നുകൂടെ ഒന്ന് അതൊന്ന് ഒരു പാത്രത്തിൽ വെച്ചൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ ചോക്ലേറ്റ് മിക്സിലോട്ട് ആ ചോക്ലേറ്റ് കഷ്ണങ്ങളും കൂടെ പീസുകളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രൗണി ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് അത് ജ്യൂസി ആയിട്ട് ഉണ്ടാകും. നമ്മൾ കടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചോക്ലേറ്റിൻ്റെ ആ ടേസ്റ്റ് നമ്മുടെ നാവിലോട്ട് നല്ലപോലെ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രൗണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ക്രഷ് ചെയ്ത ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, കുറച്ച് ഫ്രൂട്ട് ആൻഡ് നട്ടിൻ്റെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് പംകിൻ സീഡ് ഉണ്ടായിരുന്നു. ആ പംകിൻ സീഡും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെയിലോട്ട് ചേർത്ത് കൊടുത്തു. ഇത് എൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ട്രേ എന്ന് പറയാൻ പറ്റില്ല. ഇത് പണ്ടൊക്കെ നമ്മൾ കുക്കർ മേടിക്കുമ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു തട്ടായിരുന്നു. ഇപ്പോഴത്തെ കുക്കറൊന്നും മേടിക്കുമ്പോൾ ഒരു കുക്കർ മാത്രമേ കിട്ടാറുള്ളൂ. ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ തട്ടുകൾ കിട്ടാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു തട്ട് ഞാനത് കേക്ക് ഉണ്ടാക്കാൻ വെച്ചത്. അത് കുറേ പഴയതാണ്, അതുകൊണ്ടാണ് ഇത്തിരി അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. എന്നാലും നല്ലൊരു പാത്രം ആയതുകൊണ്ട് എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വെച്ചേക്കുന്നത്. അങ്ങനെ ചോക്ലേറ്റൊക്കെ ഇട്ട് ഞാൻ നല്ലപോലെ ഇളക്കി കൊടുത്തു. കൂട്ടത്തിൽ കുറച്ച് പംകിൻ സീഡ്സും കൂടി ഇട്ട് കൊടുത്തു. തിന്നുമ്പോൾ എന്താവും, അത് കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ട്രേയിലോട്ട് ഇട്ട് കൊടുത്ത് അത് ഒന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ എയർ ബബിൾസ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് തട്ടി പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതൊന്ന് തട്ടി കൊടുക്കണം. തട്ടിക്കൊടുത്ത് ട്രേ എടുത്ത് നമുക്ക് ഓവൻ്റെ ഉള്ളിലോട്ട് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നല്ല അതിന് കറക്റ്റായ ഒരു മൂടയും കൂടെ വെച്ച് നമ്മളത് അടച്ച് ഒരു 35 മിനിറ്റ് മതി ഒരു കേക്കായി കിട്ടാനായിട്ട്. 35 മിനിറ്റും കൊണ്ട് നമുക്ക് നല്ലൊരു ബ്രൗണി ആയി കിട്ടും. അങ്ങനെ ഇതെല്ലാം റെഡി ആവുന്നുണ്ട്. അപ്പോഴത്തേക്ക് 35 മിനിറ്റ് കഴിഞ്ഞ് എല്ലാം നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ആദ്യം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടെ വേകാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 5 മിനിറ്റും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. 5 മിനിറ്റ് കൂടി ഇരുന്ന് നമ്മൾ ഇത് എൻ്റെ അടുത്ത് നമുക്ക് ഇതൊന്ന് കുത്തി നോക്കണം, ഇടയ്ക്ക് ഇത് വെന്തോ ഉള്ളിൽ എന്തായെന്ന് അറിയാൻ വേണ്ടി. എൻ്റെ അടുത്തൊരു പപ്പട കുത്തി പോലത്തെ ഒരു സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ ഞാനത് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. നമ്മൾ ബ്രൗണി ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ ഈ കമ്പയിൽ ഒട്ടി വരാത്ത പരുവത്തിലൊന്നും എടുക്കാൻ പാടില്ല. കുറച്ച് അതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന പരുവത്തിൽ എടുത്താലാണ് അത് ബ്രൗണി ആയിട്ട് കിട്ടുക. ഇല്ലെങ്കിൽ അത് കേക്കായി പോവും. ബ്രൗണി എപ്പോഴും ഇങ്ങനെ കുറച്ച് ലിക്വിഡ് ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക, കുറച്ച് ഒട്ടുന്ന മാതിരി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എൻ്റെ കേക്കൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇവിടെ വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. കേക്കല്ല, ബ്രൗണി ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞു. നമ്മളെ വീട്ടിൽ കേക്കിനേക്കാളും കൂടുതൽ ബ്രൗണി എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ എൻ്റെ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.